ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലായിടത്തും മഴയും പ്രളയക്കെടുതികളും ഒക്കെ ആയിട്ട് കഴിയുന്ന സമയമാണ്. പകർച്ചപ്പനികളും മറ്റസുഖങ്ങളും ഒന്നും വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. കാശി യാത്രയിലെ കുറേ വീഡിയോസും വിശേഷങ്ങളും ഒക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നല്ലോ. കാശിയിലെ വിശേഷങ്ങളൊക്കെ കണ്ട നമ്മൾ അവിടുത്തെ ഏറ്റവും ഫേമസ് ആയ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വിട്ടുപോകുന്നത് ശരിയല്ലല്ലോ. ഇന്ത്യയുടെ ആത്മീയ തലസ്ഥാനമായ വാരണാസിയിൽ ബനാറസിൽ വന്നിട്ട് ഒരു ബനാറസി സാരിക്കട കണ്ടില്ലെങ്കിൽ പിന്നെന്താണ്. അപ്പോൾ ഇതൊരു ബനാറസി കടയിലേക്കാണ് കയറിയത്. ബനാറസി സാരികൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒന്നാണ്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ സാരികൾ അവിടെ എവിടെ നോക്കിയാലും ബനാറസി സാരികളുടെ കളക്ഷൻസാണ്. അങ്ങനെയുള്ള ഷോപ്പുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെ കാണുന്നത്. സാരികൾ നിർമ്മിക്കുന്ന നെയ്ത്തിശാലകളൊക്കെ ഇഷ്ടം പോലെ അവിടെയുണ്ട്. അവിടെ നിന്നൊക്കെ നമുക്ക് നേരിട്ട് പോയി സാരികളൊക്കെ വാങ്ങിക്കാം. വളരെ വില കുറച്ച് വാങ്ങാവുന്ന സൗകര്യങ്ങളെല്ലാം അവിടെ ഇഷ്ടം പോലെയുണ്ട്. വീഡിയോസ് അവസാനം വരെ കാണണേ, വളരെ രസകരമായ ഒരു കാഴ്ചയാണ്. ഞങ്ങൾ എത്തിയത് അന്നപൂർണ ബനാറസി ഫാക്ടറിയിലാണ്. നമ്മുടെ നാട്ടിലെ ടെക്സ്റ്റൈലുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കടകളാണ് ഇവിടുത്തേത്. ഇവിടുത്തെ പോലെ കയറി ചെല്ലുമ്പോൾ എൻട്രൻസ് മുതൽ സ്വീകരിക്കാൻ ആളൊന്നുമില്ല, ആഡംബരങ്ങളൊന്നുമില്ല. പക്ഷേ കയറി ചെല്ലുന്നവർക്ക് ഇരിക്കാൻ, വിശ്രമിക്കാനും റിലാക്സ് ചെയ്തിരുന്ന് തുണിത്തരങ്ങളൊക്കെ കാണാനും വാങ്ങാനും എല്ലാം സൗകര്യമുണ്ട്. ബനാറസിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു ഉൽപ്പന്നം ഇവിടുത്തെ ബനാറസി തുണിത്തരങ്ങളാണ്. സാരികളും കുർത്തികളും ഷാളും സ്റ്റോളും എല്ലാം ബനാറസി സിൽക്കിലും കോട്ടണിലും ഒക്കെ കിട്ടും. ഇവിടുത്തെ വളരെ പ്രശസ്തമായ ഒരു ബനാറസി ഷോപ്പിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഒരു മലയാളി കടയാണ്. മിതമായ നിരക്കിൽ ഇവിടെ നിന്നൊക്കെ നമുക്ക് യാതൊരു വിധ ഇടനിലക്കാരും ഇല്ലാതെ ഇവിടെ നിന്ന് നമുക്ക് സാരികളൊക്കെ വാങ്ങാൻ പറ്റുന്ന സെറ്റപ്പാണ്. നമ്മുടെ നാട്ടിലെ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അത് കണ്ടോളൂ. സാധാരണക്കാർക്കും വാങ്ങാൻ പറ്റുന്ന കുറഞ്ഞ റേഞ്ച് മുതൽ റോയൽ കളക്ഷൻസ് വരെ ഇവിടെയുണ്ട്. ഒറിജിനൽ കൈത്തറികളും മെഷീൻ നിർമ്മിതമായ സാരികളും എല്ലാം ഉണ്ട്. ഓരോ സാരിയും ഓരോ കലാസൃഷ്ടിയാണ്. ബനാറസിലേക്ക് വരുമ്പോൾ ഒറിജിനൽ ബനാറസി സാരീസ് വാങ്ങാൻ പറ്റുന്ന ഒരിടമാണെന്ന് എന്തായാലും മനസ്സിലായി. ബനാറസി കോട്ടണും സിൽക്കും എല്ലാം ഉണ്ട്. 200 രൂപ മുതൽ കോട്ടണും മുകളിലോട്ട് 10,000-ന് മുകളിലും ഒക്കെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ വലിയ ടെക്സ്റ്റൈലുകൾ പോലും ഇതേ സെറ്റപ്പ് തന്നെയാണ്. നമ്മളിവിടെ ബനാറസി സാരിയൊക്കെ വാങ്ങിക്കുമ്പോൾ അവിടെ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി വില കൊടുക്കേണ്ടി വരും. പക്ഷേ അവിടെ നിന്ന് ഇവിടെ വരുമ്പോഴേക്കും ടാക്സും ട്രാൻസ്പോർട്ടിങ് ചാർജും എല്ലാം കൂടി വരുമ്പോൾ അവർക്ക് ലാഭമാകുന്ന രീതിയിലാണല്ലോ നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ കാശിയിൽ പോയി നമുക്ക് എപ്പോഴും ഇതുപോലെ സാരി വാങ്ങാനൊന്നും പറ്റില്ല. അവിടുത്തെ കടകളുടെ സെറ്റപ്പൊക്കെ ഒന്ന് മനസ്സിലാക്കാം. പിന്നെ പോകുന്നവർക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് നല്ല സാരികൾ വാങ്ങാൻ പറ്റുന്ന സ്ഥലമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ വീഡിയോ കൊണ്ട്. സാരികളിങ്ങനെ വാരിയിടുന്നതനുസരിച്ച് എല്ലാവരും സാരികൾ വാരിയെടുക്കുകയാണെന്ന് പറയാം. അതുപോലെ കുറേ അധികം സാരികൾ വാരിക്കൂട്ടി 8ഉം 10ഉം സാരിയൊക്കെ എടുത്തവരുണ്ട്. നാട്ടിലെ വില വെച്ച് നോക്കുമ്പോൾ നല്ല ലാഭമുണ്ട്. അപ്പം ആർക്കും എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിലയൊക്കെ തന്നെയായിരുന്നു. ഞാനെല്ലാം കണ്ടതേ ഉള്ളൂ. കുറേ പേർക്ക് സെലക്ട് ചെയ്യുന്നതിനൊക്കെ സഹായിച്ചു. പൊതുവേ സാരി കണ്ടാൽ വീണു പോകുന്ന ഞാൻ സാരിയൊന്നും എടുത്തില്ല. ഈ കാണുന്ന നല്ല സാരികൾ അതിൽ നമ്മുടെ നാട്ടിലൊക്കെ അതിൻ്റെ അവിടെ കണ്ടതിൻ്റെ ഇരട്ടി വിലയാണ്. കാരണം എനിക്കതുള്ളത് കൊണ്ട് തന്നെ എൻ്റെ കറക്റ്റ് വില അറിയാം. ബനാറസിലെ സാരി വിശേഷങ്ങൾ ഇത്രയൊക്കെ ഷൂട്ട് ചെയ്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.